കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള കൊയലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കണ്ണൂർ ഭാഗങ്ങളിൽ വിശേഷ ദിവസം ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, 1 സ്പൂൺ പഞ്ചസാര, കുറച്ച് എള്ള്, പിന്നെ ഒരു മുട്ടയും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ലോണം കുഴച്ചെടുക്കണം. മാവ് നല്ലോണം മയമാവുന്നവരെ കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആവുന്നവരെ കുഴച്ചെടുത്ത ശേഷം 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അതിനുശേഷം കൗണ്ടർ ടോപ്പിൽ വെച്ച ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ പീസായിട്ട് അതിൽ നിന്ന് ബോളാക്കിയ ശേഷം ഇതുപോലെ നേർപ്പിച്ചൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. വളരെ നേർപ്പിച്ചിട്ട് വേണം പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ നടുഭാഗം ഒന്ന് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് അത് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി തിളച്ച എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇത് പരത്തുന്ന സമയത്ത് വളരെ നേർപ്പിച്ചിട്ട് പരത്തിയാൽ മാത്രമേ ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.